ഹരേ കൃഷ്ണ. ശ്രീരാമനോട് വിഭീഷണൻ്റെ ആഗ്രഹം പറയുന്ന കഥാഭാഗത്തിൻ്റെ അവസാന ഭാഗമാണ് ഞാനിവിടെ പറയുന്നത്. കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത് ശ്രീരാമൻ വിഭീഷണനോട് പറയുകയാണ്, എനിക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും പണയം വെച്ച സുഗ്രീവാദികൾ ഇവിടെയുണ്ടല്ലോ, അതിനാൽ അങ്ങ് അവരെ വിളിച്ച് സൽക്കരിക്കുക എന്ന്. ശ്രീരാമൻ്റെ അഭിപ്രായത്തെ മാനിച്ച് ലങ്കാധിപതിയായ വിഭീഷണൻ സുഗ്രീവാദികളെ സൽക്കരിച്ചിരുത്തി. അവർക്ക് വിലപിടിപ്പുള്ള പല സമ്മാനങ്ങളും അമൂല്യ രത്നങ്ങളെ സമ്മാനിച്ചു. വിഭീഷണൻ്റെ ആതിഥ്യം സ്വീകരിച്ചുകൊണ്ട് അന്നേ ദിവസം അവർ അവിടെ തന്നെ കഴിഞ്ഞു. പിറ്റേ ദിവസം ശ്രീരാമൻ സീതാ ലക്ഷ്മണ സമേതം പുഷ്പക വിമാനത്തിൽ കയറി പുറപ്പെടുവാൻ തുടങ്ങുമ്പോൾ വിഭീഷണനും സുഗ്രീവനും വളരെയേറെ ദുഃഖിതരായി തീർന്നു. അവരുടെ ദുഃഖം മനസ്സിലാക്കിയ ശ്രീരാമൻ പറഞ്ഞു, സുഹൃത്തുക്കളെ, നമ്മുടെ ദൗത്യം നിറവേറിക്കഴിഞ്ഞു. അതിനാൽ നമുക്ക് പുറപ്പെടാനുള്ള സമയമായി. ഇതൊക്കെ ജീവിതത്തിൽ സാധാരണമല്ലേ, എങ്കിലും നമ്മുടെ ഈ സുഹൃബന്ധം നിലനിൽക്കുക തന്നെ ചെയ്യും. വിഭീഷണ, താങ്കളോടുള്ള കടപ്പാട് ഒരിക്കലും തീർത്താൽ തീരുന്നതല്ല. സുഗ്രീവ, താങ്കൾ സന്തോഷത്തോട് സൈന്യസമേതം കിഷ്കിന്ധയിലേക്ക് മടങ്ങുക. നാം ലങ്കയിലേക്ക് കടക്കാൻ വേണ്ടി നിർമ്മിച്ച പാലം സുഗ്രീവ താങ്കളെയും വിഭീഷണനെയും തമ്മിൽ കൂട്ടിയിണക്കിയിരിക്കുകയാണ്. ഈ ബന്ധം അവസാനം വരെ നിലനിൽക്കുക തന്നെ ചെയ്യും എന്നനുഗ്രഹിച്ച ശേഷം ശ്രീരാമൻ സീതാലക്ഷ്മണ സമേതം യാത്ര പറഞ്ഞു. അത് കണ്ട് ദുഃഖം താങ്ങാതെ വിഭീഷണനും സുഗ്രീവനും ശ്രീരാമചന്ദ്രനോട് ഇങ്ങനെ പറഞ്ഞു, സ്വാമി, ഞങ്ങളും അങ്ങയോടൊത്ത് അയോധ്യയിലേക്ക് വരികയാണ്. അവിടുത്തെ രാജ്യാഭിഷേകത്തിൽ പങ്കുകൊണ്ട് കൗസല്യാദി മാതാക്കളെ വന്ദിച്ച ശേഷം ഞങ്ങൾ മടങ്ങിക്കൊള്ളാം. ഇത് കേട്ട് ശ്രീരാമൻ പറഞ്ഞു, വിഭീഷണ, സുഗ്രീവ, നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകണമെന്നത് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാകുമോ എന്ന് കരുതിയാണ് ഞാൻ പറയാതിരുന്നത്. വരൂ, നമുക്ക് യാത്രയാകാം, നമുക്ക് ഒരുമിച്ച് യാത്രയാകാം. ശ്രീരാമൻ ഉത്സാഹഭരിതനായി പറഞ്ഞു. അത് കേൾക്കാത്ത താമസം വിഭീഷണൻ, സുഗ്രീവൻ, അംഗദൻ, ഹനുമാൻ തുടങ്ങിയവർ ഇഷ്ടജനങ്ങളോടൊപ്പം യാത്രയ്ക്ക് തയ്യാറായി. ഹരേ കൃഷ്ണ. ഈ കഥാഭാഗം ഇവിടെ അവസാനിക്കുന്നു. ഇനി അടുത്ത ഭാഗത്ത് ശ്രീരാമൻ അയോധ്യയിലേക്കുള്ള യാത്രയാണ് പറയുവാൻ പോകുന്നത്. ഹരേ കൃഷ്ണ.